ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. 2 Corinthians chapter 4 അതിന്റെ വേഴ്സ് 11 മാത്രം ഒന്ന് വായിച്ചു. മലയാളത്തിൽ ഒന്ന് വായിച്ചു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. ഇങ്ങനെ പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന പൗലോസ് പറയുകയാണ്, യേശുവിന്റെ ജീവൻ എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശുവിന്റെ നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ യേശുക്രിസ്തു നിമിത്തം എപ്പോഴും എന്ത് ചെയ്യുന്നു? മരണത്തിനേൽപ്പിക്കപ്പെടുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ മരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടത്തില്ല. എന്തോ വെച്ചാ എങ്ങനെ മരിക്കുന്നത്? എങ്ങനെ മരിക്കാൻ പറ്റും? നമ്മൾ മരിക്കാതെ യേശു, ഞാൻ പറഞ്ഞു, ഒരു മരണം സ്നാനത്തിൽ നമ്മൾ എന്തിനകത്ത് വരുന്നുണ്ട്? അവന്റെ മരണത്തോട് ഏകീഭവിച്ച് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് വേറൊരു സത്യം പറയുകയാണ്, യേശുവിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിൽ കാണിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ അനുദിവസവും നമ്മൾ മരിക്കുന്നവരാകണം. എന്തിനോടാ മരിക്കണ്ടേ? എന്തിനോടാ മരിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞോ, എന്തിനോടാ മരിക്കണ്ടേ? നമ്മുടെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളോട് മരിക്കുന്നവരാകണം. മരണം ഈസി ആയിട്ടുള്ള കാര്യമല്ല അല്ലേ? മരിക്കുന്ന ഈസിയാണ്. മരണം എന്ന് പറഞ്ഞാൽ തന്നെ ഓടൂല്ല. അങ്ങോട്ട് പോയാൽ തീരുവെന്ന് പറഞ്ഞാൽ വഴിക്കൂടെ ആൾക്കാർ പോകത്തില്ല. പൗലോസ് പറയാം, നമ്മൾ അനുദിനം മരിക്കണം. മരിക്കുന്നത് ചില വേദനയുള്ള കാര്യമാണ്, ചില പ്രശ്നമുള്ള കാര്യമാണ്. പൗലോസ് പറയാ, യേശുവിന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിവസവും മരിക്കണം. എന്തിനോട് മരിക്കണം? അതാ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളോട് മരിക്കണം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, പിതാവ് എന്നോട് പറഞ്ഞത് ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടം ചെയ്യുവാൻ ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങോട്ട് പോയി സിനിമ കാണണോ, എന്നാ പിന്നെ അങ്ങോട്ട് പോവുക. സിനിമ കാണാൻ പോകുമ്പോൾ അയ്യോ വചനം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമയം എന്ത് ചെയ്യില്ലെന്ന് വേസ്റ്റ് ആക്കൽ, വചനം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന്. പക്ഷെ എന്നാലും മനസ്സൊരു പിടുത്തേടാ, അത് ഇപ്പം ഇറങ്ങി, ഇപ്പം റിലീസായതാ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടോ, ഒരു പിടുത്തം. അവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ ജീവൻ വെളിപ്പെടത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്ന എത്ര പേർക്കുണ്ട്? ഹല്ലേലൂയ. സീരിയലിന്റെ സമയമാകുമ്പോൾ മനസ്സിന്റെ ഉള്ളിനകത്തോട് ഒരൊറ്റ ഓർമ്മ, എങ്ങോട്ട് പോകണം? സീരിയല് കാണണമെന്ന്. പെട്ടെന്ന് വചനത്തിൽ, എൻ്റെ അച്ഛ, എൻ്റെ സമയം ഞാൻ ഇതിന് വേസ്റ്റ് ആക്കല്ല. മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന ഉടനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയോ? ഇല്ല, ഞാൻ ഇതിന് പോകത്തില്ല. അല്ലെ, ആ മരണമെന്ന് പറയുന്ന ചില വേദനയുള്ളതാ കേട്ടോ. ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞ ഇതുപോലെ ചിലപ്പോഴുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകളിൽ ഒരു വിഷയം വരുമ്പോൾ, എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി അപ്പുറത്തിരിക്കുന്ന ഭാര്യ പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു തീ കൊടുക്കരുത്. അവള് ഞാനാരാ? ഞാൻ നിങ്ങൾ ചിരിക്കൊക്കെ ചിരിച്ചോണം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ചിരിക്കാതൊന്നും ഇരിക്കണ്ട. അവളോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേന് ഇല്ല, കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ എനിക്ക് എന്ത് ചെയ്യണം? കർത്താവ് സഭയെ പോലെ അവിടെ ഒരു മരണത്തിന്റെ ആവശ്യമുണ്ട്. എന്തിനാ? എന്റെ ഇഷ്ടത്തിന് മരണം. ഇതുപോലെ ഞാൻ തിരിച്ചും ഞാൻ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലോടൊന്ന് ചോർത്താൽ മതി. നമ്മുടെ ഇഷ്ടത്തിന് മരിച്ച് ദൈവത്തിന്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു മരണമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഈ മരണമാ. ഇവിടെ നമ്മൾ പറയാ, അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഒന്ന് ക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കുമ്പോൾ നമ്മൾ പറയുക, അവനോടുകൂടെ ഞാനും മരിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഒന്ന് പറയാ, കഴിച്ചോണ്ടും മരിക്കാം, കുടിച്ചോണ്ടും മരിക്കാം എന്ന് പറ. കഴിച്ചോണ്ടും മരിക്കാം. അതെങ്ങനെ? ഈ വെള്ളമടിച്ച് മരിക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടെ പറയുക, നമ്മൾ എങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്? കഴിച്ചിട്ട് പ്രസ്താവിക്കുന്നു, കുടിച്ചിട്ട് നമ്മൾ പ്രസ്താവിക്കുന്നു. അല്ല, ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ വചനം പറയുക, കർത്താവിന്റെ മേശയുടെ സീരിയസ്നെസ് പറയാൻ വേണ്ടി അവിടെ മൊത്തം പറഞ്ഞിട്ട് പറയുക, അപ്പം എടുത്തിട്ട് അവൻ പറയുക, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത് ചെയ്യാൻ എളുപ്പമാ. പാനപാത്രം എടുത്തിട്ട് പറയുക, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം, ഇത് പുതിയ നിയമമാ. എന്നിട്ട് എല്ലാം കൂടി 26-ാം വാക്യത്തിലാണ്
മൊത്തം ഒരു കൺക്ലൂഷൻ ആ പറഞ്ഞതിന്റെ മൊത്തം കൺക്ലൂഷൻ എന്താ പറഞ്ഞേ? ഒന്നുകൂടി 26-ാമത്തെ വാക്യം ഒന്ന് മലയാളത്തിൽ വായിച്ചു വെച്ചാ 11:26. അവിടാണ്. അങ്ങനെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ അങ്ങനെ എന്താ വെച്ചാൽ അങ്ങനെ തിന്നാവുന്നു. എങ്ങനെ തിന്നാവുന്നു? കർത്താവിന്റെ ഓർമ്മയെ പ്രസിദ്ധമാക്കിക്കൊണ്ട്, അവന്റെ ശരീരം എനിക്ക് വേണ്ടി തർക്കപ്പെട്ടെന്നുള്ളതിന്റെ ഓർമ്മ, അവന്റെ രക്തം എനിക്ക് വേണ്ടി ചൊരിയപ്പെട്ടെന്നതിന്റെ ഓർമ്മ, അങ്ങനെ നിങ്ങൾ ദൈവവചനം പറഞ്ഞതുപോലെ നിങ്ങൾ ഈ അപ്പവീഞ്ഞുകളെ പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്നവരാകുകയാണ്. കാര്യം കൊടുത്തു പ്രസംഗിക്കുന്നവർക്ക് ശിക്ഷാവിധി കൂടുമെന്ന് പറ. വചനമില്ലാതെ വെറുതെ പ്രസംഗിച്ചാൽ പ്രശ്നം ഗുരുതരമെന്ന് പറ. ജീവിതത്തിൽ അനുഭവം ഇല്ലാതെ പ്രസംഗിച്ചാൽ സംഗതി പ്രശ്നമാ. ഹാലലൂയ. ഞാൻ പറഞ്ഞു വന്ന ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവിന്റെ മേശ നമ്മളെ പ്രസംഗിപ്പിക്കുന്നവരാക്കുക. ഹാലലൂയ. ഇന്ന് ആരും പറയണ്ട ശിക്ഷാവിധി ഇവിടെ ഇരിക്കുന്നവർ പ്രസംഗിക്കുമ്പോൾ എന്താടാ തൊണ്ട കീർന്നൊന്നും പറയണ്ട. അപ്പവീഞ്ഞുകൾ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയോട് ഞാൻ ദൂതായിട്ട് വിളിച്ചു പറയാം, അല്ല, നിങ്ങൾ ലോകത്തിന്റെ മുമ്പാകെ നിങ്ങൾ പ്രസ്താവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു. അതേ നിലയിൽ ഞാനും മരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. നമ്മളതുകൊണ്ട് പാട്ട് പാടാൻ പോകുന്നില്ലേ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പുത്ര നീ ശാപത്തിലായല്ലോ. എന്തുകൊണ്ടാ കാര്യം? കാര്യം എന്ന് വെച്ചാൽ ഹല്ലേലൂയ, നമ്മള് ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ മരിക്കപ്പെടേണ്ടവരാ. ചില ഇഷ്ടങ്ങൾക്ക് മരിക്കപ്പെടേണ്ടവരാ. 4 മണിക്ക് ചായക്കട ചായ കുടിക്കാൻ പോകുമ്പോഴാ ഭാര്യ എഴുതുന്നത്, അച്ഛാ ഒന്ന് നിന്നേ, നീ ഓടി എനിക്കൊരു ചായ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ ഇഷ്ടം പലയിടത്തും മരിക്കപ്പെടുമ്പോൾ അതിന് വേദനയുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ചില വേദനകളുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതിനകത്ത് ജീവൻ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. അല്ലെ, അവന്റെ മരണം ഞങ്ങള് ജീവിതത്തിൽ വഹിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിനാ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബത്തെ അറിയോ, അറിയാതെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു വരാൻ തുടങ്ങും. നമ്മൾ അറിയാതെ ചില ചേഞ്ചസ്. ഹല്ലേലൂയ. അയ്യോ, ഞാൻ പറഞ്ഞപ്പോൾ എന്റെ അച്ചായ നിന്നല്ലോ. ഹല്ലേലൂയ. ഞാൻ പറയാം, പിശാച് കൊണ്ടുവെക്കുന്ന തന്ത്രങ്ങളെ ജയാളികളായി നമ്മൾ മാറാൻ പറ്റും. എവിടാ ഈ പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചാൽ, മരിക്കപ്പെടാൻ ആർക്കും ആഗ്രഹമില്ല. ഈ അപ്പവീഞ്ഞുകൾ ഇന്ന് പാൽക്കാലം ഞാൻ പറയാം, പ്രസംഗിക്കുമ്പോൾ നമ്മളോടും തന്നെയാ പറയുന്നൊരു കാര്യം. പ്രസംഗിക്കും, ഞാൻ പറഞ്ഞ പോലെ അപ്പം തിന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകല്ല്, നമ്മുടെ ജീവിതത്തോടും ഇതേ കാര്യം. നമ്മളെപ്പോഴും ഒരു കൈ ചൂണ്ടുമ്പോൾ ബാക്കി 4 പേരല്ല, 4 പേരല്ല നമ്മളോട് ചൂണ്ടുന്നു. ഞാൻ ഇങ്ങനെ ചൂണ്ടിയപ്പോൾ 2 കൈ അങ്ങോട്ടായിപ്പോയി. അതുകൊണ്ടാണ് നമ്മളോട് ചൂണ്ടുന്നവരാ. ഇന്ന് പൽക്കാലം ഞാൻ പറയാം, നമ്മൾ പ്രസംഗിക്കുന്നവരാണ്. അപ്പവീഞ്ഞുകൾ ഇന്ന് പൽക്കാലം പങ്കെടുക്കാൻ പോകുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, ലോർഡ്, ഇന്ന് പൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നവനാ. അധികം പ്രസംഗിച്ചാൽ എനിക്ക് ശിക്ഷാവിധി വരരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ പേടിപ്പിക്കാനല്ല പറയുന്നത്, ഈ പറയുന്നത് വചനം പറയുന്ന കറക്ഷനിലേക്ക് വരാൻ വേണ്ടിയാ, വചനം പറയുന്ന സത്യത്തിലേക്ക് വരാൻ വേണ്ടിയാ. ഇത് വെറുതെ വഴിയെ പോയി കഴിക്കാനുള്ള സാധനമല്ല. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സീരിയസ്നെസ് മനസ്സിലാക്കി. ഹല്ലേലൂയ. ഞാൻ പറയാം, എന്തുകൊണ്ടാ തുറന്ന് താവോട്ട് വായിക്കുമെന്നറിയോ? അടുത്ത 27-ാം വാക്യം തുടങ്ങുന്ന അച്ഛൻ വായിച്ചു തുടങ്ങിയതാ. ഒന്ന് വായിച്ച തുടക്കം മാത്രം മതി. അവിടെ എനിക്ക് അത്രയും മാത്രം മതി. അതുകൊണ്ട് therefore നിങ്ങൾ പ്രസംഗിക്കാൻ പോവാണെന്ന്. എന്താ പ്രസംഗിക്കാൻ പോകുന്നത്? ഇന്ന് അപ്പത്തിൽ നിന്ന് പങ്കെടുക്കുന്നവരോട് പറയാം, പാനപാത്രത്തിൽ നിന്ന് പങ്കെടുക്കുന്നവരോട് പറയാം, നിങ്ങൾ പ്രസംഗിക്കുന്നവരാ. അതുകൊണ്ട് അങ്ങനെ ഈ അപ്പം തിന്നുകയും അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും. മതി അച്ഛാ, ഞാൻ ഒന്നും ചെയ്തില്ല, കഴിച്ചു കുറ്റക്കാരനായി, കുടിച്ചു കുറ്റക്കാരനായി. എന്തോ ചെയ്തേ? ഞാന് ഈ അപ്പം എടുത്ത് കഴിച്ചപ്പം വചനക്കാരൻ പറയുക, ഞാൻ എന്തോ ചെയ്തേ? നീ അറിയാത്തൊരു കാര്യം നീ ചെയ്യുന്നുണ്ട്. നീ ഇതിൽ ഭക്ഷിക്കുമ്പോൾ യു പ്രൊക്ലെയിം ദ ഡെത്ത് ഓഫ് ജീസസ്. യേശുവിന്റെ മരണത്തെ നീ പ്രസ്താവിക്കുന്നവനാ. അത് നിന്റെ പ്രായോഗിക തലത്തിൽ നീ വെളിപ്പെട്ട് ഹല്ലേലൂയ അത് അറിഞ്ഞിട്ട് നീ ഇതിൽ നിന്ന് പങ്കെടുക്കണമെന്നാ പറയുന്നത്. ഇത് 2-3 വാക്യം സമയമില്ലാതെ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. ആരോടാ എന്താ വെച്ചാൽ പ്രസംഗിക്കുന്ന ആള് വേണ്ടേ? ഞാൻ അവിടെ നിന്ന് കഴിച്ചതിന് എന്താ പ്രസംഗിക്കുന്നത്? അല്ല, പ്രസ്താവിക്കുന്നത് പൗലോസ് പ്രസംഗിച്ച വെറുതെ പോയി കാലിയായിട്ടുള്ള സ്റ്റേജിലങ്ങ് പോയി പ്രസംഗിച്ചൊന്നുമില്ല.
അവൻ ആ പള്ളി ചെന്ന് കയറിയിട്ട് അവിടെ നിന്നവരോട് പ്രസംഗിച്ചു. ഇതുപോലെ ഞാൻ അപ്പവും മീഞ്ഞും തിന്നുമ്പോ ആരോടാ ഞാൻ പ്രസംഗിക്കുന്നേ? ആരോടാ പ്രസംഗിക്കുന്നേ? 103 സങ്കീർത്തനക്കാരൻ തന്റെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്, തന്റെ ഒരു പ്രസംഗം പറയുന്നുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, നിന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ആരോടാ പറയുന്നേ? എൻ മനമേ എന്ന് വായിക്കാൻ പറയും. അപ്പവീഞ്ഞുകൾ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് പോലെ നമ്മൾ നമ്മളോട് തന്നെ പ്രസ്താവിക്കുകയാണ്. ഓ, ഐ ഡിക്ലെയർ ഡെത്ത് ഓഫ് ജീസസ്, ഐ ഡിക്ലെയർ മൈ ഡെത്ത് ടു ദിസ് വേൾഡ്. ഈ ലോകത്തോടുള്ള മരണത്തെ ഞാൻ പ്രസ്താവിക്കുക. അതുകൊണ്ട് വചനം പറയുക, അയോഗ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യല്ലേ? എന്നാ പിന്നെ അച്ഛൻ ഏറ്റവും അല്ല അച്ഛൻ ഇത്ര ഞങ്ങൾ ഇനി കഴിക്കുന്നേ, എന്നാ പിന്നെ ഈ വലിയ കൃഷ്ണമൊന്നുമില്ല, ഇത് കഴിക്കാതിരുന്ന വല്ല കുഴപ്പമുണ്ടോ? അത് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നു. എന്നാ പിന്നെ കഴിക്കുന്നില്ല ഞാൻ പ്രസംഗിക്കുകയാണെന്നും പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ ശിക്ഷാവിധി വരുമെന്നും. 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴെന്നറിയാമോ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അതുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. ഞാൻ പറയാം, ഇറ്റ് ഈസ് എ കപ്പ് ഓഫ് ബ്ലെസ്സിങ്. ഇന്ന് പറഞ്ഞാലും അനുഗ്രഹം വേണ്ടുന്നവൻ ഇതിനകത്ത് പങ്കെടുക്കും. കരം കൊടുത്തു, there is a blessing in the Lord's table എന്ന് പറഞ്ഞു. കരം കൊടുത്ത് പറഞ്ഞു, ദൈവ കർത്താവിന്റെ മേശ പങ്കെടുക്കുന്നവൻ അതിനകത്തൊരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതേസമയത്ത് അതിനകത്ത് എന്തുകൊണ്ട് ശിക്ഷാവിധിയും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് ഞാൻ പറഞ്ഞത് ആരോട് പ്രസംഗിക്കുന്ന കാര്യമാണ് പറഞ്ഞേ? നമ്മളോട് തന്നെ പ്രസംഗിക്കും. ഞാൻ കർത്താവിന് വേണ്ടി മരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് പലക്കാലം ഞാൻ പറയാം, ഇത് പറയുന്നത് ഇന്ന് പലക്കാലം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാകണം. ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസം നമ്മൾ കടന്നു വരിക, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പറയണം, ലോർഡ്. ഇന്ന് പലക്കാലം ആരെങ്കിലും അങ്ങനെ ഇല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞാൽ മതി, ലോർഡ് ഐ വാണ്ട് ടു ഡൈ ഫോർ യു. നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എന്റെ ഇഷ്ടങ്ങളിൽ പലയിടത്തും മരിക്കേണ്ടിടത്ത്, അല്ലെങ്കിൽ എന്റെ ചില സാഹചര്യങ്ങളിൽ മരിക്കേണ്ട സ്ഥാനത്ത് ഐ ആം വില്ലിംഗ് ടു ഡൈ ലോർഡ് എന്ന് പറയുവാൻ തക്കവണ്ണം തീരുമാനം എടുത്തുകൊണ്ട് വേണം ഈ ശുശ്രൂഷയെ വരാൻ വേണ്ടി. ഒന്ന് ഞാൻ എന്നോട് തന്നെ പറയുക, ഓ ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് പറയാം ഞാൻ കർത്താവിന് വേണ്ടി മരിക്കുക. രണ്ടാമത് ആരോടാ? അതിന് വേറെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയാം, നീ നിന്റെ ശരീരമാണെന്ന് സഭയോട് പറയും. ഒരു അവിശ്വാസി വന്നാൽ അവനോടും നീ പ്രസംഗിക്കുക കേട്ടോ. നാളെ നീ അപ്പവീഞ്ഞുകളിൽ പങ്കെടുക്കുന്ന കണ്ടിട്ട് അവന്റെ മുമ്പിൽ നിന്റെ പ്രസംഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മരിക്കുവാൻ തയ്യാറായ വ്യക്തിയാണ്, ലോകത്തിന്റെ മുമ്പിൽ മരിക്കപ്പെട്ടവനായി മാറുകയാണ്, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് നീ പ്രൊക്ലെയിം ചെയ്യുക അവനോട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ക്രിസ്തീയ ജീവിതം പ്രായോഗിക തലത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നമ്മോട് പറയുകയാണ്, ഞാൻ ഇവിടുന്ന് അപ്പവീഞ്ഞുകളിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ അവൻ കാണുമ്പോൾ അവൻ നിന്നെ നോക്കിയിട്ട് പറയണം, ഓ ഇവൻ യഥാർത്ഥ ജീവിതത്തിൽ മരിക്കപ്പെടുന്നവനും മരിക്കപ്പെടുവാൻ ആഗ്രഹമുള്ളവനാ, അവൻ ക്രിസ്തുവിന്റെ ഓർമ്മ പ്രസിദ്ധമാക്കുന്നവനാന്ന് പറയുന്നവനാണ്. കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നവരാണ്. മൂന്നാമത്, ഞാൻ പെട്ടെന്ന് വിഷയം പറഞ്ഞു പോവാം. മൂന്നാമത് ആരോടാ പറയുന്നറിയോ? സഭയ്ക്കകത്ത് വേറെ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഇപ്പൊ നമ്മൾ ആരൊക്കെ പറഞ്ഞു? എന്നോട് തന്നെ പ്രസംഗിക്കാം, ഐ ആം പ്രൊക്ലെയിം ടു മൈസെൽഫ്. പ്രസംഗിച്ചാൽ നമ്മൾ പറഞ്ഞോണം, കർത്താവ് ഇതനുസരിച്ച് ജീവിക്കാനുള്ള കൃപ, മരിക്കാനുള്ള കൃപ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? ലോക മനുഷ്യനില്ലാത്ത ചിലത് ദൈവമക്കൾക്കുണ്ട്. അവന്റെ ഉള്ളിൽ നമ്മൾ കേട്ടല്ലോ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഇതുപോലൊരു വില്ലയ്ക്കകത്ത് ഇവിടെ ദൈവം വന്നു, അവിടുത്തെ ആ മൂലക്കത്തെ മുറി അടച്ച് ലോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുക. കർത്താവിന് പ്രവർത്തിക്കാൻ സാവകാശമില്ലെങ്കിൽ നമ്മൾ കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, മുറിക്കകത്ത് അടച്ചിട്ടിട്ട് കാര്യമില്ല. ഇന്ന് പൽക്കാലം കർത്താവിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള സാവകാശം ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ, ഞാൻ പറയാം, ഇന്ന് പലക്കാലം പറയാം, ലോകം നടക്കത്തില്ലെന്ന് പറയുന്ന, ലോകത്തിന്റെ മുമ്പിൽ ഇത് ഇമ്പോസിബിൾ ആന്ന് പറയുന്നത്, രാവിലെ കേട്ടല്ലോ നമ്മൾ പോസിബിലിറ്റി ആക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് മറിയ പറയും, അല്ല എനിക്കിത് അറിയത്തില്ല, പക്ഷെ ദൂതൊരു കാര്യം പറയാനുണ്ട്, അല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വസിക്കും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇന്ന് വാക്കാലം പറയാം, ജയാളിയാകുവാൻ നമ്മളെ കൊണ്ട് പറ്റും. ഹല്ലേലൂയ. ഇഷ്ടത്തിന് വേണ്ടി മരിക്കാൻ പറ്റുമോ? ചില ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ.
ഇഷ്ടത്തിന് വേണ്ടി വിവാഹിതർക്ക് ഏറ്റവും കൂടുതൽ അറിയാം ഇഷ്ടത്തിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് എഗൻസ്റ്റ് ആയിട്ട്. അല്ല, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഐ വാണ്ട് ടു ഡൈ ഇൻ ദിസ് സിറ്റുവേഷൻ, ലോർഡ് ഗിവ് മീ ഗ്രേസ്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കർത്താവേ ഞാൻ തയ്യാറാ, നീ എന്നെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞു. മൂന്നാമതൊരു കൂട്ടുകാരുള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമ്മൾ ഈ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോൾ വേറൊരു കൂട്ടർ ചർച്ചിനകത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ 11 നമ്മൾ ഈ വായിച്ച ഭാഗത്തിന് തന്നെ 13-ാം വാക്യം ഒന്ന് വായിച്ചോ. അല്ല, അതിൻ്റെ 10-ാം വാക്യം വായിച്ചാൽ മതി. മതി. വല്ലാത്ത വാക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ കിടക്കട്ടെ. ഇവിടെ സഭയിൽ പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ത്രീയെ പറ്റി പറയുകയാണ്. അവർ തലയിൽ എന്ത് ചെയ്യണം? തലയിൽ തുണി ഇട്ടുകൊണ്ട് വേണം ചെയ്യാൻ. അത് ദൈവത്തിൻ്റെ സ്പിരിച്വൽ ഹയറാർക്കിക്കൽ ഓർഡറാണ്. ലോകത്തിൻ്റെ എന്താണ് അവിടെ ആണും പെണ്ണും ഞങ്ങൾ ഒരേ കാറ്റഗറിയാണ്. ഇന്നത്തെ എന്തുവാ? ഒരേ കാറ്റഗറിയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ദൈവത്തിന്റെ വചനത്തിൽ സ്പിരിച്വൽ കാറ്റഗറി ഉണ്ട്. ഹല്ലേലൂയ. ദൈവം, ക്രിസ്തു, പുരുഷൻ, സ്ത്രീ. അത് ഈ അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. ആദ്യം പൗലോസ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. സ്പിരിച്വൽ ഹയറാർക്കി. അതിനകത്ത് പറയുക, സ്ത്രീകളോട് പറയുന്നത് തലയിൽ എന്ത് ചെയ്യണം? തുണി ഇടണം. എന്തിനു വേണ്ടിയാ? ദൂതന്മാർ നിമിത്തം. നിങ്ങൾ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോണം, ദൂതന്മാരുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ട്. നിങ്ങൾ ആരോടാ പ്രസംഗിക്കുന്നത്? ചില പ്രസംഗം അവര് കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് എന്തുകൊണ്ട് അധീനതാ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ശരിക്കുള്ള മീനിങ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്താ പറഞ്ഞത് എഴുതിക്കുന്നത്? ഇംഗ്ലീഷിലെ വാക്യം എന്താ? അധീനത വെച്ചാൽ പെട്ടെന്ന് പിടികിട്ടത്തില്ല. 1 Corinthians 11 verse 10. ബിക്കോസ് ഓഫ് ദ ഏഞ്ചൽസ്. ദൂതന്മാരുള്ളതുകൊണ്ടെന്ന് എഴുതിയിട്ടുള്ളൂ അവിടെ അല്ലേ? വേറെ വല്ലതും എഴുതിയിട്ടുണ്ട്? അധീനതാ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂതന്മാരുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തലയിൽ തുണി ഇടണം. ഞാൻ പറയാം, ദൂതന്മാരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട്. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ സുവിശേഷത്തെ പറ്റി പത്രോസ് അപ്പോസ്തലന്മാരും ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ ഹല്ലേലൂയ നമുക്കതിന് സാൽവേഷൻ. ഇന്ന് പൽക്കാലം ഞാൻ പറയാം, ദൂതന്മാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇത് കേൾക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവിന് വേണ്ടി മരിക്കപ്പെടുവാൻ ഐ ആം പ്രൊക്ലൈമിങ്. ഞാൻ പ്രസംഗം പ്രസംഗിക്കുക. ഇന്ന് പൽക്കാലം അത് കേൾക്കുവാൻ ദൂതന്മാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. എന്നോട് തന്നെ ഞാൻ പ്രസംഗിക്കുകയാണ്. ഇന്ന് പൽക്കാലം ഞാൻ സാക്ഷ്യം പറയുമ്പോൾ, ഞാൻ അപ്പവീഴ്ചകൾ എടുക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്നുണ്ട്. അത് കാണുന്നത് കൊണ്ട് അവരോട് ഞാൻ പ്രസംഗിക്കുകയാണ്. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയാം, ചില സാഹചര്യങ്ങളിൽ വില കൊടുക്കേണ്ടടുത്ത് വില കൊടുക്കണം. ഹല്ലേലൂയ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു അനുഗ്രഹപാത്രമാകുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നത് ഇത് എന്തായിട്ട് മാറും? നമ്മൾ ഇവിടെ വായിക്കും. നമുക്ക് ആ ഭാഗത്തോട്ട് അവിടെ വായിച്ചേ 1 Corinthians 11 ശാപം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ട്. ശിക്ഷാവിധി തിന്നുകയും ശിക്ഷാവിധി മരണത്തെ പറ്റി തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ മരണത്തെ പ്രസ്താവിക്കുകയും ചെയ്യാം. തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ ശിക്ഷാവിധി എന്ത് ചെയ്യുകയും ചെയ്യാം. ചില വല്ലാത്ത കാര്യം അല്ലേ? ഒരേ കാര്യം തന്നെ. ഒരു കാര്യം നമ്മൾ ഈ വീഞ്ഞുകൾ പങ്കെടുക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ നമ്മൾ പ്രസ്താവിക്കുന്നുണ്ട്, മറു സൈഡിൽ എന്ത് ചെയ്യുക? ഇത് നമുക്ക് കുറ്റവിധിയുടെ ശിക്ഷാവിധിയുടെ വീഞ്ഞുകളുമാകാം. ഇന്ന് പൽക്കാലം അതേസമയം പിന്നെന്താ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇത് എടുക്കുന്നത്? 10-ാം അധ്യായത്തിൽ നമ്മൾ 10-ന്റെ വായിക്കാൻ 14-ാം വാക്യത്തിൽ 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം ദുർക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഇന്ന് പകൽ കൊരിന്ത്യ സഭയിൽ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ, കൊരിന്ത്യ സഭയിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. കൊരിന്ത്യ സഭയിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്, അവിടെ നമ്മൾ വായിക്കുന്നത് പോലെ അതിൽ തമ്മിൽ വഴക്കുണ്ടായി, തമ്മിൽ ഭിന്നതയുള്ളവരായിരുന്നു. നമ്മൾ ആ വാക്യം വെച്ച് 11-ാം അധ്യായത്തിന്റെ പൗലോസ് പറയുകയാണ്. 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു വെച്ചാൽ 18-ാം വാക്യം ഒന്ന് വായിച്ചോ. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. സഭയിൽ ഭിന്നതയുണ്ടെന്ന് മനസ്സിലായ അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ സഭയ്ക്കൊരു ശുശ്രൂഷ കൊടുക്കുകയാണ്. കർത്താവിന്റെ മേശ.
എന്നിട്ട് പറയുക, നിങ്ങൾ യേശു കർത്താവ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇത് നിങ്ങൾ ഭക്ഷിച്ചോണം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അതിനകത്തൊരു മർമ്മമുണ്ട്. അത് പൗലോസ് പറയുകയാണ്, ഇത് നിങ്ങൾ പ്രസ്താവിക്കുന്നവരാ, നിങ്ങൾ പ്രസംഗിക്കുന്നവരാ, ഇതിനകത്തൊരു നന്മയുണ്ട്, ഇതിനകത്തൊരു തിന്മയുണ്ട്. അതുകൊണ്ട് അയോഗ്യമായിട്ട് ഇതിൽ നിന്ന് ആരും ഭക്ഷിക്കരുത്. ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് നിർത്തിയായിരുന്ന കുഴപ്പമില്ലായിരുന്നു. അടുത്തേക്ക് പറയുന്നു, തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം. യു ആർ ദ കിങ് ഓഫ് യുവർ ഡിസിഷൻ. എന്താ വെച്ചാ യു ആർ ദ കിങ് ഓഫ്, ഇവിടെ പാസ്റ്റർ അല്ല നിന്നെ ശോധന ചെയ്യേണ്ടത്, തന്നെ താൻ ശോധന ചെയ്യണം. യു യുവർസെൽഫ് നോ വാട്ട് യു ആർ ഡൂയിങ്. പാസ്റ്റർക്ക് അറിയണമെന്നില്ല. ദൈവം പറയുക, ഇത് അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം ആകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണ് അവരോട് പറയുക, തന്നെ താൻ ശോധന ചെയ്തിട്ട് ഭക്ഷിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കും, ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസം ഈ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായിട്ട് മാറുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ പറയാം, അനേകർ ശിക്ഷാവിധി വരാതിരിക്കുന്നത് ഉപദേഷ്ടാക്കന്മാരാകരുതെന്ന് വചനം പറയുമ്പോൾ അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഇത് നിങ്ങൾ തന്നെ താൻ ശോധന ചെയ്ത് നിങ്ങൾ ഈ അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്യുന്നറിയാമോ? യു ആർ ഒബീഡിയന്റ് ടു ദ കമാൻഡ്മെന്റ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ കമാൻഡ്മെന്റിന് നിങ്ങൾ അനുസരണമുള്ളവരാ. കർത്താവ് എന്താ പറഞ്ഞു കൊടുത്തത്? കർത്താവ് കൽപ്പിച്ചു കൊടുത്തതാ, ഞാൻ വരുവോളം എന്റെ മരണത്തെ എന്ത് ചെയ്യണം? പ്രസ്താവിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ഭക്ഷിക്കണം, ഇത് പാനം ചെയ്യണം. ഇന്ന് പകൽക്കാലം അനുസരണത്തിനകത്തൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. ഹല്ലേലൂയ. ഇഫ് യു ആർ ഒബീഡിയന്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് നിങ്ങൾ ഒബീഡിയന്റ് ആവുമ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹമുണ്ട്. രണ്ടാമത്, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ താൻ ശോധന ചെയ്ത് നമ്മളിൽ പങ്കെടുക്കുമ്പോൾ അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഇത് വാക്കാൻ പറയാം, നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. എത്ര പേരാകും ഇന്ന് പൽക്കാലം ഈ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയാകണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നവരുണ്ട്? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന്റെ ശരീരത്തിന്റെ ഓർമ്മ. ഡീറ്റെയിൽസ് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി നിങ്ങൾ നടപ്പിൽ നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. വചനം അതിന്റെ മർമ്മം പറയുക ഇന്ന് പൽക്കാലം. ഹല്ലേലൂയ. ശരീരത്തിൽ അവൻ പാപങ്ങളെ വഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശന്മേൽ കയറി. ഞാൻ പറയാം, ക്രൂശ് എന്ന് പറയുന്നത് പരാജയത്തിന്റെ നിഴലല്ല. ഹല്ലേലൂയ. അത് അത്ഭുതങ്ങളുടെ നിഴലാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വായിക്കും, യേശു കർത്താവ് ക്രൂശിൽ തന്റെ ജീവനെ വെടിഞ്ഞപ്പോൾ ലോകം ചിന്തിച്ച് അവസാനിച്ചെന്ന്. ലോകം അവസാനിക്കുകയല്ല, ദേവാലയത്തിന്റെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം ചീന്തിപ്പോയി, പാറകൾ പിളർന്നു. ഞാൻ പറയാം, സഭയ്ക്കകത്ത് ചില വിടുതലുകൾ ഉണ്ടായി. അന്നത്തെ മന്ദിരത്തിനകത്തൊരു വിടുതലുണ്ടായി. അവിടെ കൊണ്ട് തീർന്നില്ല. പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, മരിച്ചവരുടെ ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റു. ഞാൻ പറയാം, രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് അതിൽ ലോകത്തിന്റെ ഔട്ട്സൈഡ് ചിലതുണ്ടായി. സഭയ്ക്കകത്തുണ്ടായി, ഔട്ട്സൈഡിലുണ്ടായി. മൂന്നാമത് അതുകൊണ്ടും തീർന്നില്ല, കൂടി നിന്നവർ ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ എന്ന് പറയേണ്ട തക്കണ നിലയിൽ ചില ചേഞ്ചസ് ഉണ്ടായി. ഞാൻ പറയട്ടെ, നമ്മുടെ മരണം ചിലത് വിളിച്ചു വരുത്തുമെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? If you are willing to die your life for the Lord, അങ്ങനെ ഞാൻ പറയാം, ചില അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശ് മരണം അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നെ നമ്മൾ വായിക്കുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റപ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. നമ്മൾ ഉപവാസ പ്രാർത്ഥന തീം ഇതായിരുന്നു, പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിക്കുന്നവരാകണം. നമുക്ക് ദാനമായിട്ട് തരുന്ന ഒരു ശക്തിയാണ് ദൈവം. എന്തിനാണെന്നറിയാമോ? ടു ലിവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. ജയകരമായ ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ നമ്മളെ കാണുന്നവർ പറയണം, ഇവൻ സാക്ഷാൽ യേശു കർത്താവ് നഥനയേലിനെ നോക്കി പറഞ്ഞ പോലെ ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ലെന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തെ കാണുന്നവര് നോക്കുന്നവർ പറയണം, ഇവൻ സാക്ഷാൽ ദൈവമകനാണ്, ഇവൻ സാക്ഷാൽ ദൈവമകളാണ്. അതാ നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മള് പ്രസംഗിക്കാതെ പ്രസംഗിക്കുന്നവരാണ് നമ്മുടെ ജീവിതം. പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പോൾ ചിലതിന് വില കൊടുക്കുമ്പോൾ. ഞാൻ കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഇങ്ങോട്ട് നോക്കിയേ. അല്ലെ, കൂട്ടുകാർ ചിലത് പറയുമ്പം ഇങ്ങനെ നമുക്ക് പോകാന്ന് പറയുമ്പം, ഇല്ല, ഞാനൊരു ദൈവത്തിന്റെ പൈതല, ഞാൻ ദൈവത്തിന്റെ ഒരു മകനാ, ഈ വഴിക്ക് ഞാൻ വരത്തില്ല. അത് തെറ്റായിട്ടല്ല, നെഗറ്റീവായിട്ടല്ല പറയണ്ടേ. ഞങ്ങളൊക്കെ ദൈവത്തിലെ മക്കൾ. ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, നീയൊക്കെ പോടാ, നീയൊക്കെ നരകത്തിന് വേണ്ടി വിറകൊള്ളികൾ. ഞങ്ങളാരാ? അങ്ങനല്ല, നമ്മളങ്ങനെ. അതുകൊണ്ട് പിന്നെ ഒരിക്കലും അത് നമ്മളങ്ങനല്ല പറയുന്നത്. ബ്രദർ, നിങ്ങളങ്ങ് പോയിക്കോ, ഞാൻ വരുന്നില്ല.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ. ആ സ്നേഹത്തോടെ പറയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെ പറയാൻ പറ്റും. ഞാൻ പറയാം, ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും പിടിച്ചെന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ ഇരിക്കുന്ന കാണുമ്പോൾ, മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്ന കാണുമ്പോൾ പിശായ സുവിശേഷം പറയാൻ പോയത് പിശായിനെ കെട്ടിത്തൊക്കെ വെച്ചേക്ക് മാതാവ് ഒക്കെ അത് പോയാന്ന്. ഞാൻ പറയാം എന്താന്ന് വെച്ചാൽ നമുക്ക് അങ്ങനല്ല. നമ്മൾ ചെന്ന് പലരും അറിവില്ലായതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മളും ഒക്കെ ആണ് പണ്ട് കാലത്ത് അറിവില്ലാത്ത കാലത്ത് ഇതിനെ പിൻപറ്റിക്കൊണ്ടിരുന്നവരാ. ഇന്ന് ദൈവ വെളിച്ചം ഉദിച്ചോണ്ടാണ് നമ്മളിങ്ങനെ ആയത്. അല്ലെ ആ കരുണയെങ്കിലും ആ കുടുംബക്കാരോട് കാണിക്കാൻ തോന്നുന്നേ. ഹല്ലേലൂയ. എങ്കിൽ അവരെ നമുക്ക് നേടാൻ പറ്റും. ഹല്ലേലൂയ. അവരെ ആരാധിക്കാനല്ല പറയാം. നമ്മൾ അവരോട് ഇത് നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ, ഓക്കെ സിസ്റ്ററെ, വളരെ ഉണ്ടല്ലേ. പക്ഷെ നമ്മൾ വചനം പഠിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞു നോക്ക്. ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ ചേഞ്ച് അവർ കാണും. ഹല്ലേലൂയ. അവരെ എതിർക്കാതെ സ്നേഹത്തോടെ സംസാരിച്ചു നോക്ക്. വലിയ വ്യത്യാസങ്ങളെ തരുന്നൊരു ദൈവമുണ്ട്. ഞാൻ പറയാം, കർത്താവിന്റെ മരണം അത്ഭുതങ്ങളുടേതായിരുന്നു, കർത്താവിന്റെ ഉയർപ്പ് അത്ഭുതങ്ങളുടേതായിരുന്നു. ഇന്ന് പൽക്കാലം ഈ കർത്താവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ചില അത്ഭുതങ്ങളെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരുക്കി കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സകലതും നിവൃത്തിയായി. തെറ്റലസ്റ്റായി എന്ന് താൻ പറഞ്ഞപ്പോൾ താൻ പറഞ്ഞതിനർത്ഥം അറിയാമോ? താൻ ഈ ലോകത്തിൽ ചെയ്യേണ്ടത് മുഴുവൻ നിവർത്തിയായി. എന്നിട്ട് അധികാരം നമുക്ക്. ഞാനത് പറയാം, നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കേട്ടൊരു മെസ്സേജ് ഇതായിരുന്നു. അത് യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചത് 10-ാം അധ്യായം, മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, 12 പേരെ വിളിച്ചത് നിങ്ങൾക്ക് എല്ലാ അധികാരവും നൽകിയിരിക്കുന്നു. ഭൂതങ്ങളുടെ മേലെ, രോഗികളുടെ മേലെ, ഹല്ലേലൂയ, എല്ലാറ്റിന്റെ മേലും നിങ്ങൾക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞ് 10-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അത് എല്ലാറ്റിന്റെ മേലും അധികാരം കൊടുത്തവരെ പറഞ്ഞു വിടുക. എന്നിട്ട് അതിനിടയ്ക്ക് ഒരു ഭാഗം പറയുന്നുണ്ട്, ഇവർ തിരിച്ചു വന്നു, ഊരിക്കളി പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ ഭയങ്കര മിറക്കിൾസ് നടക്കുന്നു. വായിച്ചിട്ടുണ്ട്, ഞാൻ സമയം എടുക്കുന്നത്. ശിഷ്യന്മാരൊന്ന് പറയുക, എന്തോ നിന്റെ നാമത്തില് ഭയങ്കര മിറക്കിൾ, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു. അതിനെ കർത്താവ് ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഹല്ലേലൂയ, രോഗസൗഖ്യമാകുന്നതിന് സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്നതിൽ നിങ്ങൾ സന്തോഷിപ്പിന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തീർന്നില്ല, ഞാൻ പറയാം. എന്നാൽ നമ്മൾ വായിക്കുന്നത് 17-ാം അധ്യായത്തിൽ വന്നപ്പോൾ എന്താ വായിക്കുന്നറിയാവോ? മത്തായി സുവിശേഷം, ഒരു പൊട്ടനെയും ഊമനായവനെ കൊണ്ടുവന്ന് ഇവർ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാകുന്നില്ല. ഒരിക്കൽ പ്രാർത്ഥിച്ച് സൗഖ്യമായപ്പം ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ് ഒക്കെ പറഞ്ഞ് കർത്താവിന് അടുത്ത് പോകുന്നു. കർത്താവ് നിന്റെ അധികാരം ഞങ്ങൾ എക്സസൈസ് ചെയ്യും. 17-ാം അധ്യായത്തിൽ വന്നെന്ന് പറയാം, കർത്താവേ ശാസിച്ചിട്ടങ്ങ് ഇത് പോകുന്നുമില്ല, പ്രാർത്ഥിച്ചിട്ട് പോകുന്നുമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പിന്നെ അവസാനം നമുക്കറിയാവുന്ന കാര്യം ഞാൻ പറയുന്നില്ല, രഹസ്യമായിട്ട്, കർത്താവ് ഒന്ന് ഇതിൻ്റെ സീക്രട്ട് എന്നാ, നീ പ്രാർത്ഥിച്ചു ഇത് പോയത് സീക്രട്ട് എന്താ പറയാ? നിങ്ങളുടെ അവിശ്വാസം നിമിത്തം അത്രേ. കർത്താവ് ഉത്തരം മാത്രമേ പറഞ്ഞു, എന്താ നിങ്ങളുടെ അവിശ്വാസം നിമിത്തം അത്രേ. അതിന് സൊല്യൂഷൻ എന്താ? കർത്താവ് വെറുതെ ഉത്തരം മാത്രമല്ല, സൊല്യൂഷൻ കൂടെ പറഞ്ഞു തരും. എങ്ങനെയാ വിശ്വാസം ശക്തിപ്പെടുന്നത്? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി എന്ത് ചെയ്യത്തില്ല. ഏത് ജാതിയാ? അവിശ്വാസം. നമ്മൾ പിശാചിന്റെ കാര്യം ആൾക്കാർ പ്രസംഗിക്കുന്നത്, പിശാച് ഉടനെ ഫാസ്റ്റിങ്, ഒരു ഭൂതം ബാധിച്ച ഉടനെ 15 ദിവസം ഫാസ്റ്റിങ്. അതല്ല, കർത്താവ് ഒരു ഭൂതം ബാധിച്ച 15 ദിവസം ഫാസ്റ്റിങ് എടുത്ത് പുറത്താക്കാനല്ല പറഞ്ഞേ. നിങ്ങൾ വാശിക്ക് ഉപവാസം എടുക്ക. ഈ ജാതി എന്ന് പറയുന്നത് അവിശ്വാസത്തെ ഒരു വ്യക്തിയായിട്ട് യേശു കർത്താവ് പറഞ്ഞിട്ട് പറയുക, നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്ത് വിശ്വാസം വർദ്ധിപ്പിച്ചാൽ നിങ്ങൾ കൽപ്പിച്ചാൽ എല്ലാം പോകുന്നു. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഇന്നൊക്കെ നമ്മൾ ഈ കർത്താവിന്റെ മേശയിലേക്ക് പങ്കെടുക്കാൻ പോവാ. ഒരു ദിവസം നമ്മളെ തന്നെ ശോധന ചെയ്യാൻ ദൈവങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളൊരു പാട്ടിന്റെ വരികൾ പാടാൻ പോവാ. സ്ക്രീനിൽ ഷെയർ ചെയ്യും എല്ലാവരും. കർത്താവേ നിന്റെ